വെൽക്കം ടു ഫിറ്റ്ഫോളിയോ മാർക്കറ്റ് മീൻസ്. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെ കുറിച്ചാണ്. മിക്കവാറും എല്ലാവർക്കും അറിയാം, എസ്പെഷ്യലി NRIs ഒക്കെ ആണെങ്കിൽ അറിയാം, അവരുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും അവർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചൊരു വരവ് എല്ലാവരുടെയും ഒരാഗ്രഹമാണ്. അപ്പോൾ അതിന് ഏതെല്ലാം രീതിയിലേക്ക് നമുക്ക് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിട്ടയർമെന്റ് പ്ലാനുകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ഒരു വ്യക്തി 40 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം NRI ആണ്. നല്ല സാലറി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അടുത്ത ഒരു 15 വർഷം ഞാനിവിടെ വർക്ക് ചെയ്യും, 55-ാമത്തെ വയസ്സിൽ എനിക്ക് റിട്ടയർമെന്റ് വേണം. അതാണ് അദ്ദേഹത്തിന്റെ പ്ലാൻ. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് എങ്ങനെ അദ്ദേഹത്തിന് സേഫ് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്തു കൊടുക്കാം എന്നുള്ളത് ഞാൻ ഒരു ഉദാഹരണ സഹിതം നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഈ ഒരു വ്യക്തി 40 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. അദ്ദേഹം ഉദ്ദേശിക്കുന്ന റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് 55-ആണ്. അതായത് അടുത്ത 15 വർഷം അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. ഈ 15 വർഷം 40-ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം 20,250 രൂപ ഒരു മാസം വെച്ച് എല്ലാ മാസവും തുടർച്ചയായി 15 വർഷം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ആവറേജ് മാർക്കറ്റ് റിട്ടേൺ എന്ന് പറയുന്നത് 15%. അതുകൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 15% ആവറേജ് അദ്ദേഹത്തിന് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും റിട്ടേൺ കിട്ടുകയാണെങ്കിൽ 55-ാമത്തെ വയസ്സാവുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കയ്യിൽ 1,25,00,000 രൂപ ഉണ്ടായിരിക്കും. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. 40-ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം എല്ലാ മാസവും 20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് തുടർച്ചയായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. 55-ാമത്തെ വയസ്സാവുമ്പോഴേക്കും ആവറേജ് 15% റിട്ടേൺ കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫണ്ട് വാല്യൂ എന്ന് പറയുന്നത് 1,25,00,000 രൂപ ഉണ്ടായിരിക്കും. ഈ 1,25,00,000 രൂപ 55-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടാകുന്നത്. ഈ 55-ാമത്തെ വയസ്സിൽ അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഞാൻ ഇനി റിട്ടയർ ചെയ്യാൻ പോകുന്നു. അങ്ങനെ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് എവറി മന്ത് അദ്ദേഹം തന്നെ ഡിസൈഡ് ചെയ്യുകയാണ്, എനിക്ക് എല്ലാ മാസവും 1,00,000 രൂപ എൻ്റെ ആ റിട്ടയർമെന്റ് കിറ്റിയിൽ നിന്നും, റിട്ടയർമെന്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു എമൗണ്ടിൽ നിന്നും എനിക്ക് 1,00,000 രൂപ വെച്ച് എവറി മന്ത് എനിക്ക് കിട്ടണം എന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ 55-ാമത്തെ വയസ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം ഈ 1,25,00,000 രൂപയിൽ നിന്നും സിസ്റ്റമാറ്റിക് വിഡ്രോവൽ, നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് ആണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബാങ്കിൽ നിന്നും പൈസ ഓട്ടോമാറ്റിക് ഡെബിറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു, ഏതെങ്കിലും ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇനി 55-ാമത്തെ വയസ്സ് മുതൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് നടക്കാൻ പോകുന്നത്. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ ആണ്, SWP. അദ്ദേഹം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവറി മന്ത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് 1,00,000 രൂപ തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു വർഷം കൊണ്ട് 9.6% അദ്ദേഹത്തിന് റിട്ടേൺ എടുക്കുകയാണ്. അതായത് ഒരു മാസം നോക്കുകയാണെങ്കിൽ 0.8% ആണ്. 0.8% ആണ്. 12 മാസത്തേക്ക് നോക്കുമ്പോഴേക്കും 9.6% അദ്ദേഹം തിരിച്ചെടുക്കുന്നു. അപ്പോൾ ഒരു 80 വയസ്സ് എന്ന് ചിന്തിക്കുക. 80 വയസ്സ് വരെ അദ്ദേഹത്തിന് പേ ഔട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 25 വർഷം തുടർച്ചയായിട്ട് പേ ഔട്ട് കിട്ടുന്നു. അങ്ങനെ കിട്ടുമ്പോൾ അദ്ദേഹത്തിന് 3 കോടി രൂപ അദ്ദേഹത്തിന് റിട്ടയർമെന്റ് ആ ഒരു സമയം കൊണ്ട് അദ്ദേഹം തിരിച്ചെടുത്തിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഫണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 13,58,00,000 രൂപ അദ്ദേഹത്തിന്റെ ഫണ്ട് വാല്യൂ ഉണ്ടായിരിക്കും. അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു 15% റിട്ടേൺ എന്നാണ്. 15% റിട്ടേൺ, പല ഫണ്ടുകളും അതിലും കൂടുതൽ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അത് ഗ്യാരണ്ടി റിട്ടേൺ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ആവറേജ് 12 to 14% to 16%, 12 to 16% ആവറേജ് റിട്ടേൺ നമുക്ക് തീർച്ചയായിട്ടും ഷെയർ മാർക്കറ്റിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ സംസാരിച്ചത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച്, ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ത്രൂ നമുക്ക് റിട്ടയർമെന്റ് എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ചാണ്. ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ കഴിഞ്ഞ ഒരു 25 വർഷത്തെ ആവറേജ് റിട്ടേൺ എടുത്തു കഴിഞ്ഞാൽ ആവറേജ് ഒരു 14 to 16% റിട്ടേൺ ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ റിട്ടയർമെന്റ്
റിട്ടയർമെന്റിന് വേണ്ടിയുള്ള എമൗണ്ട് നമ്മൾ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ, എസ്പെഷ്യലി NRIസിനോടാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത്, നമ്മൾ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ജീവിത നിലവാരത്തിലും കൂടുതലായി റിട്ടയർമെന്റിന് ശേഷം, അതായത് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ് നമ്മളുടെ റിട്ടയർമെന്റിന് സമയമുള്ളത്. റിട്ടയർമെന്റ് ആണ് 55 വയസ്സ് കഴിഞ്ഞാൽ മിക്കവാറും 80-85 വയസ്സ് വരെ നമുക്ക് ലോങ് റിട്ടയർമെന്റ് ലൈഫാണ്. അപ്പോൾ അത് നമുക്ക് നല്ല ആസ്വദിച്ച് ജീവിക്കാനുള്ള ഒരു എമൗണ്ട് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അതിന് ഇന്ന് മുതൽ നമ്മൾ തീരുമാനിക്കുക.